നമസ്കാരം. പ്രധാന വാർത്തകൾ. സോളാർ സമരം ഒത്തുതീർപ്പാക്കിയത് CPIM ആവശ്യപ്രകാരമെന്ന് വെളിപ്പെടുത്തൽ. ഉമ്മൻചാണ്ടി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം നിർത്താമെന്ന് അറിയിച്ചത് ജോൺ ബ്രിട്ടാസ് എന്ന് മനോരമ മുൻ ബ്യൂറോ ചീഫ് ജോൺ മുണ്ടക്കയം. തിരുവഞ്ചൂരാണ് വിളിച്ചതെന്ന് ജോൺ ബ്രിട്ടാസ്. ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് താനെന്ന് ചെറിയാൻ ഫിലിപ്പ്. സംസ്ഥാനത്ത് മഴ കടുക്കും. തിങ്കളും ചൊവ്വയും തീവ്രമഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർക്കെതിരെ കേസ്. വിരലിന് പകരം വായിൽ ശസ്ത്രക്രിയ നടത്തിയെന്ന് അറിയിച്ചില്ലെന്ന് കുടുംബം. മെഡിക്കൽ കോളേജിൽ നടന്നത് ഗുരുതര പിഴവ്. കുട്ടിക്കാരനപ്പോ നാവിനടിയിൽ എന്തോ കണ്ട് അങ്ങനെ ചെയ്തെന്നാ പറഞ്ഞു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇനിയൊരു കുട്ടിയും ഇങ്ങനെ ഉണ്ടാവരുതല്ലോ. ഇല്ല, എപ്പം കുഴപ്പമില്ല. ഇനി ഭാവിയിലേക്ക് എന്ത് വരുമെന്നൊന്നും അറിയില്ല. ഓൾക്ക് അബദ്ധം പറ്റിയെന്ന് തന്നെ പറഞ്ഞു. കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നു. ഇന്റർപോളിന്റെ സഹായം തേടി പോലീസ്. ഒളിവിൽ പോകാൻ രാഹുലിനെ സഹായിച്ച രാജേഷ് അറസ്റ്റിൽ. പോക്സോ കേസ് ഇരകളുടെ മാതാപിതാക്കൾക്കെതിരെ പോലീസിന്റെ പ്രതികാര നടപടി. കുട്ടികളുടെ അമ്മയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു. പോക്സോ കേസ് ഒത്തുതീർപ്പാക്കാൻ കള്ളക്കേസ് ഉണ്ടാക്കിയത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ എന്ന് ആരോപണം. കെ സുധാകരനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ മാറ്റം ആവശ്യപ്പെടും. പ്രതിപക്ഷ നേതാവും മാറണമെന്ന തിരിച്ചടി നൽകാൻ സുധാകര പക്ഷം. സസ്പെൻഡ് ചെയ്തതിനെതിരെ എ ഗ്രൂപ്പ് പിന്തുണയോടെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ലത്തീഫ്. തിരുവനന്തപുരം തൈക്കാട് ബ്യൂട്ടി പാർലറിൽ സ്ത്രീയുടെ മൃതദേഹം. 2 ആഴ്ചത്തെ പഴക്കമെന്ന് സംശയം. മൃതദേഹം ബ്യൂട്ടി പാർലർ ഉടമയുടേത്. സോളാർ സമരം ഒത്തുതീർപ്പായതിന്റെ രഹസ്യം വെളിപ്പെടുത്തി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയം. സമരത്തിൽ നിന്ന് CPIM തലയൂരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് അദ്ദേഹം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ജോൺ ബ്രിട്ടാസ് വഴിയാണ് CPIM ഒത്തുതീർപ്പിന് ശ്രമിച്ചത് എന്നുമായിരുന്നു വെളിപ്പെടുത്തൽ. എന്നാൽ ആരോപണം തള്ളി ജോൺ ബ്രിട്ടാസ് രംഗത്ത് എത്തി. സമരം അവസാനിപ്പിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് ആവശ്യപ്പെട്ടത് എന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു. ആരാദ്യം വിളിച്ചു എന്ന് പറയാനില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. സമരം പ്രായോഗികമല്ലെന്ന അഭിപ്രായം CPIM നേതാക്കൾക്ക് ഉണ്ടായിരുന്നുവെന്ന് ചെറിയാൻ ഫിലിപ്പ്. VS അച്യുതാനന്ദന്റെ പിടിവാശി കാരണമാണ് സമരം ഉണ്ടായത്. ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂരുമായുള്ള ഫോൺ വിളിക്ക് സന്ദർഭം ഒരുക്കിയത് താനാണ്. തന്റെ ഫോണിൽ തിരുവഞ്ചൂർ വിളിച്ചു. ആ ഫോൺ ബ്രിട്ടാസിന് കൈമാറുകയായിരുന്നുവെന്നും സമരം അവസാനിപ്പിച്ചതിന് പിന്നിൽ പൊളിറ്റിക്കൽ ഡീൽ ഇല്ല എന്നും കേരളം കലാപഭൂമിയാകരുത് എന്ന സതുദ്ദേശം മാത്രമായിരുന്നുവെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. ഈ സമരം പ്രായോഗികമല്ല. അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPIMന്റെ നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു. ശ്രീ VS അച്യുതാനന്ദന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് LDF യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത്. 2 മുന്നണികളും ഒരു പ്രതിസന്ധി നേരിടുകയായിരുന്നു. അതായത് ആ സമരം നടന്നാൽ അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുരുതിക്കളമായി മാറുകയും ചോര ചീന്തുകയും വെടിവയ്പ് ലാത്തിച്ചാർജുമൊക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത്. എന്നാൽ AK സെന്ററിൽ കണ്ടുവരുന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒക്കെ വലിയ ചർച്ചയായി നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒരു പക്ഷേ ഉമ്മൻചാണ്ടി
രാജിവെച്ചേക്കും എന്ന തരത്തിലേക്ക് വരെ എത്തിയ പ്രതിഷേധം അന്നുണ്ടായിരുന്നത്. ആ പ്രതിഷേധം വളരെ പെട്ടെന്ന് അടങ്ങി. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വാദങ്ങൾ, പ്രതിവാദങ്ങൾ. എന്താണ് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപം ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് അനുസരിച്ച്? മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായ ദീർഘകാലം പ്രവർത്തിച്ച ജോൺ മുണ്ടക്കയമാണ് ഇപ്പോൾ ഒരു അവകാശവാദവുമായി രംഗത്ത് വന്നത്. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ഒരു സമരങ്ങളിലൊന്നായിരുന്നു, ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള, ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സമരമായിരുന്നു സോളാർ സമരം. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് ഇടതുമുന്നണി നടത്തിയ സമരം അത് സ്വിച്ചിട്ട പോലെ അവസാനിക്കുകയായിരുന്നു. അന്ന് തന്നെ വലിയ രാഷ്ട്രീയ ഡീൽ ഇതിന് പിന്നിലുണ്ട്. സർക്കാരും പ്രതിപക്ഷവും ഒത്തുകളിച്ച് സമരം തീർക്കുകയായിരുന്നുവെന്ന ആരോപണം ശക്തമായി ഉയർന്നു വന്നതാണ്. പിന്നീട് ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് അന്നത്തെ MLA സി ദിവാകരൻ നേരത്തെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒത്തുതീർപ്പാണ് എന്ന ആരോപണം. ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്ന, ശരിവയ്ക്കുന്ന, എന്നാൽ ആ ഒത്തുതീർപ്പിന് പിന്നിൽ ഇടനില നിന്നു എന്ന ഇടനിലക്കാരിൽ ഒരാൾ താനാണെന്ന വെളിപ്പെടുത്തലാണ്, അവകാശവാദമാണ് മാധ്യമപ്രവർത്തകർ ജോൺ മുണ്ടക്കയം ഉന്നയിച്ചത്. അതിൽ മറുഭാഗത്തുണ്ടായിരുന്ന ജോൺ ബ്രിട്ടാസ്, CPM-ന്റെ ഇപ്പോഴത്തെ MP, കൈരളി TV-യുടെ അന്നത്തെ MD കൂടി ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് അവകാശവാദവുമായി ജോൺ മുണ്ടക്കയ രംഗത്തെത്തിയത്. എന്നാൽ അതിനെ പാടെ തള്ളിക്കളയുകയാണ് ജോൺ ബ്രിട്ടാസ്. അത്തരത്തിൽ ജോൺ മുണ്ടക്കയ ഇടപെട്ടതായി ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഭാവന മാത്രമെന്നായിരുന്നു പ്രതികരണം. ബ്രിട്ടാസിൻ്റെ വാദം അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നത്. ജോൺ മുണ്ടക്കയത്തിൽ ഇടപെടൽ അദ്ദേഹവും തള്ളിക്കളഞ്ഞു. ചെറിയാൻ ഫിലിപ്പും എല്ലാം അറിയാമെന്ന് പറഞ്ഞത് ജോൺ ബ്രിട്ടാസാണ്. ചെറിയാൻ ഫിലിപ്പ് പറയുന്നു, രണ്ട് കൂട്ടർക്കും, സർക്കാരിനും പ്രതിപക്ഷത്തിനും സമരം തീർക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, നിർബന്ധമുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ്റെ പിടിവാശിയാണ് സോളാർ സമരമെന്ന അപ്രായോഗിക സമരം. തുടങ്ങും മുമ്പ് തന്നെ CPM നേതൃത്വത്തിൽ പലർക്കും ഇത് അപ്രായോഗികമാണെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അങ്ങനെ അത് തീർക്കണമെന്ന ചർച്ചകൾ അനൗദ്യോഗികമായ പാർട്ടിക്കുള്ളിൽ നടന്നു. അതിനിടയിലാണ് താൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വീട്ടിൽ പോയി കണ്ടത്. അപ്പോൾ തിരുവഞ്ചൂർ വളരെ ഖിന്നനായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് അനുവദിക്കാനാകില്ല. മറുവശത്ത് വലിയ ക്രമസമാധാന പ്രശ്നമായി ഈ ആൾക്കൂട്ടം മാറുമെന്ന ആശങ്കയുണ്ട്. അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത്തരത്തിൽ ഈ സമരം തീർന്നെങ്കിലെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. CPM നേതാക്കളും അത്തരത്തിൽ ആഗ്രഹിക്കുമെന്ന് തനിക്കറിയാം. അങ്ങനെയാണ് ജോൺ ബ്രിട്ടാസിനെ തൻ്റെ ഫോണിൽ വിളിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഫോൺ കൈമാറുന്നത്. പിന്നീട് ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെറിയാൻ ഫിലിപ്പുമായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ, ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പിന്നീട് ബ്രിട്ടാസ് കണ്ടു. CPM നേതൃത്വത്തിൻ്റെ കൂടി അറിവോടുകൂടി നടത്തിയ ഒരു ഒത്തുതീർപ്പ് തന്നെയാണ് ഈ സോളാർ സമരം. അത് കേരളത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് കലാപഭൂമിയായി തലസ്ഥാനം മാറുന്ന സതുദ്ദേശം ചെയ്ത കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ഡീലുമില്ല എന്ന് ചെറിയാൻ ഫിലിപ്പും പറയുന്നു. എന്നാൽ ജോൺ മുണ്ടക്കയത്തിൻ്റെ അവകാശവാദത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ചെറിയാൻ ഫിലിപ്പും ചെയ്തത്. ജോൺ മുണ്ടക്കയ ഉമ്മൻചാണ്ടി ഒരു ഭക്തനാണ് അന്നും ഇന്നും. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും വസ്തുതയുള്ളതായി തനിക്കറിയില്ല എന്നാണ് ഈ വിവാദത്തിൽ ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് കരുതാനാകില്ല. കാരണം ഇപ്പോൾ വിവാദം വീണ്ടും ഉയർന്നു വന്നത് കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിനിടെ വിവാദം വഴിതിരിച്ചുവിടാൻ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ വീണ്ടും ഈ ആരോപണ വിധേയനാക്കാൻ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സോളാർ കാലം വീണ്ടും കേരള രാഷ്ട്രീയ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള സംഘടിത നീക്കമെന്ന ഒരു വിമർശനം ഇതിനകം തന്നെ CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിലേക്കാണ് അവർ വിമർശനം മുന്നേ തിരിച്ചുവിടുന്നത്. ഏതായാലും സോളാർ വീണ്ടും ചർച്ചയാവുകയാണ്. എന്തോ ഒരു പൊളിറ്റിക്കൽ ഡീൽ നടന്നുവെന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ അത്രയധികം ശക്തമായ ഒരു സമരം പൊടുന്നനെ സ്വിച്ചിട്ട പോലെ, അതും CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കൾ പോലും ആ സമരം അവസാന ശേഷവും അജ്ഞരായിരുന്നു. ഈ സമരം അവസാനിച്ചു എന്നുള്ളത് ഇടതുമുന്നണിയുടെ യോഗം കഴിഞ്ഞ് ഈ വാർത്ത പുറത്തു വരുമ്പോൾ അതിനുശേഷം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ മാധ്യമങ്ങളെ കണ്ട തോമസ് ഐസക് പറഞ്ഞത്, ഈ സമരം അവസാനിക്കില്ല, അങ്ങനെ അവസാനിക്കാൻ കഴിയില്ല, അത്തരം വാർത്തകൾ തെറ്റ് എന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് പറയേണ്ടി വന്നു. പല മുന്നണി നേതാക്കൾക്കും അതിൽ അവരും പൂർണ്ണമായും അജ്ഞരായിരുന്നു. അവരെ കൂടി ഇരുട്ടി നിർത്തിക്കൊണ്ട ഒരു നീക്കമാണ് നടന്നത്. എന്താണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഡീൽ എന്ന രാഷ്ട്രീയ രഹസ്യമാണ് ഇനി പുറത്തു വരേണ്ടത്. അതിപ്പോഴും നിഗൂഢമായി തന്നെ തുടരുന്നു. റൈറ്റ്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാദമായിരുന്നു സോളാർ വിവാദം. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് അരുൺ സൂചിപ്പിച്ചതുപോലെ സ്വിച്ചിട്ട പോലെ അവസാനിച്ചു എന്നത് അന്നു മുതൽ സംശയങ്ങൾക്ക് ഇടം നൽകിയിരുന്നു. ഇപ്പോഴിതാ ജോൺ മുണ്ടക്കയം എഴുതിയൊരു ലേഖനവുമായി ബന്ധപ്പെട്ട് ഈ വാദങ്ങളുണ്ടാകുമ്പോൾ അതിനെ എല്ലാം തള്ളിക്കളയുകയാണ്. ഇത് ഭാവനയാണ്, ജോൺ മുണ്ടക്കയത്തിൻ്റേത് ഭാവനയാണ് എന്നും എവിടെ നിന്നാണ് ഇങ്ങനെയൊരു കഥയുണ്ടായത് എന്ന് തനിക്കറിയില്ല എന്നുമായിരുന്നു ജോൺ ബ്രിട്ടാസിൻ്റെ പ്രതികരണം. മാത്രവുമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ വിളിച്ചത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ജോൺ ബ്രിട്ടാസിൻ്റെ വാക്കുകളിലേക്ക്. ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ഈ സോളാർ വിഷയം ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ ഭാഗം. യഥാർത്ഥത്തിൽ
ജോണുമായിട്ട് അങ്ങനെ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നെ ബന്ധപ്പെടുന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം എന്നെ നേരിട്ടല്ല ബന്ധപ്പെട്ടത്. ഇന്ന് കോൺഗ്രസിലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള കോൺഗ്രസിൻ്റെ മാധ്യമസമിതി അധ്യക്ഷൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത്. ഞാൻ കൈരളിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ അദ്ദേഹം സംസാരിച്ച ശേഷം ആ ഫോണാണ് എനിക്ക് ചെറിയാൻ ഫിലിപ്പ് കൈമാറുകയും അദ്ദേഹം ഈ സോളാർ വിഷയത്തെക്കുറിച്ചുള്ള സമരത്തെക്കുറിച്ചും അതിൽ സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ദയവ് ചെയ്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കണമെന്നും CPI നേതൃത്വത്തെ തൻ്റെ ഈ മനോഗതം അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്തത്, നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജോൺ മുണ്ടക്കയത്തെ ഞാൻ വിളിക്കുകയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ വിളിക്കുകയോ ചെയ്യുന്ന സംഭവമില്ല. ഇതിൽ ജീവിക്കുന്ന ഒരു ദൃക്സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഇന്ദിരാഭവനിലുണ്ടാവും. ജോൺ മുണ്ടക്കയത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. നിങ്ങൾ പത്രപ്രവർത്തകർക്ക് നേരിട്ട് ചെറിയാൻ ഫിലിപ്പിനെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. മാത്രമല്ല അന്നത്തെ കോൾ ലിസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ നീക്കം ഘടിപ്പിച്ച ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണമെന്നാണ് ആവശ്യം. സംഘടനാ സംവിധാനത്തിലെ വീഴ്ചകൾക്ക് സുധാകരൻ മാത്രമല്ല ഉത്തരവാദിയെന്നാണ് സുധാകര അനുകൂലികളുടെ നിലപാട്. KPCC അധ്യക്ഷനെ മാറ്റിയാൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റണമെന്ന ഉപാധിയും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുമ്പിൽ സമ്മർദ്ദതന്ത്രം ചെലുത്തി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെയെത്തിയ കെ സുധാകരൻ ആ പദവിയിൽ തുടരുമ്പോഴും പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ അത് സുധാകരനെതിരായ പോർമുഖം തുറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ അണിയറ നീക്കങ്ങളുടെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എ ഗ്രൂപ്പിന്റെ ശക്തമായ അമർഷം MA ലത്തീഫിനെ പാർട്ടി തിരികെ എടുക്കേണ്ട നടപടി കെ സുധാകരൻ റദ്ദാക്കിയതോടെ എ ഗ്രൂപ്പ് സംസ്ഥാന നേതൃത്വം പൂർണ്ണമായി സുധാകരനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. MA ലത്തീഫ് അദ്ദേഹത്തിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അത്തരത്തിൽ പരാതി നൽകുന്നത് എ ഗ്രൂപ്പ് നേതൃത്വത്തിന്റെ പൂർണ്ണമായ പിന്തുണയോടെയാണ് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പരസ്യ പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്താതെ പാർട്ടി ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ പരാതിയുമായി മുമ്പോട്ട് പോകാനാണ് അദ്ദേഹത്തിന് എ ഗ്രൂപ്പ് നേതൃത്വം നൽകിയിരിക്കുന്ന വിവരം എന്ന് തന്നെയാണ് സൂചന. എന്തായാലും തെരഞ്ഞെടുപ്പിൽ അത്തരത്തിൽ തിരിച്ചടിയുണ്ടായാൽ അത് സംഘടനാ തലത്തിലെ ദൗർബല്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സുധാകരനെതിരെ മാത്രം നടപടിയെടുക്കാനാവില്ല. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനും ഒഴിഞ്ഞുമാറാനാവില്ല എന്ന നിലപാടിലാണ് സുധാകരൻ അനുകൂലികൾ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണമെന്ന സമ്മർദ്ദമുണ്ടായാൽ സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവിനെതിരെയും അത്തരത്തിൽ നടപടി വേണമെന്ന ആവശ്യമായിരിക്കും സുധാകരൻ പക്ഷം മുമ്പോട്ട് വെക്കുക. അതോടൊപ്പമാണ് കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയായി നിയമിതനായ കെ ജയന്തിനെതിരെയും പരാതിയുമായി ഇരു ഗ്രൂപ്പിലെയും നേതാക്കൾ രംഗത്തെത്തുന്നത്. KPCC അധ്യക്ഷനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് KPCCയുടെ പുനഃസംഘടനയിലടക്കം ഇടപെടൽ നടത്തിയത് കെ ജയന്താണ് എന്നും അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ മാത്രമാണ് പട്ടികയിൽ ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചതെന്ന പരാതിയാണ് ഉയരുന്നത്. സ്വാഭാവികമായി കെ ജയന്തിനെ KPCC പ്രസിഡന്റിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെതിരെ സുധാകരന്റെ ഒപ്പമുള്ള നേതാക്കൾ തന്നെ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യമാണുള്ളത്. അവർ നേരിട്ട് സുധാകരനെ കണ്ട ഇക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മറനീക്കി പുറത്തുവരുന്ന സാഹചര്യമാണ്. കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അതിന്റെ അവകാശവാദം ജയമാണുണ്ടാകുന്നതെങ്കിൽ അവകാശവാദം ആർക്കായിരിക്കുമെന്നറിയാൻ, അതല്ല എങ്കിൽ സംഘടനാ ദൗർബല്യത്തിന്റെ ഉത്തരവാദിത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KPCC അധ്യക്ഷനെതിരെ പോർമുഖം തുറക്കാൻ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇന്നു മുതൽ 21 വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇന്ന് മലപ്പുറം, വയനാട് ജില്ലകളിലും നാളെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലും, തിങ്കളാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും, ചൊവ്വാഴ്ച
തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴയിൽ തീക്കോയി, മൂന്നിലവ് പഞ്ചായത്തുകളിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. മീനച്ചലാറിൻ്റെ കൈവഴികളിൽ ജലനിരപ്പ് ഉയർന്നു. ജി ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടിലേക്ക്. കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലയിലാണ് ശക്തമായ മഴ തുടരുന്നത്. പലയിടത്തും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ വെള്ളം ഇടത്തോടുകൾ വഴി ഒഴുകി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മൂന്നിലവ് അടക്കമുള്ള മേഖലകളിലാണ് ഇത്തരം സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡുകൾ അടക്കം വെള്ളത്തിലാകുകയും ചെയ്തിട്ടുണ്ട്. തീക്കോയി പഞ്ചായത്തിലും ശക്തമായ മഴ ആണ് തുടർന്നത്. മേലുകാവ് അടക്കമുള്ള മേഖലയിലും മഴ തുടരുകയാണ്. ഈ തീക്കോയിൽ മാർമല അരുവി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഏതാണ്ട് വറ്റി വരണ്ട് കിടക്കുകയാണ്. ഈ അരുവിയെല്ലാം നിറഞ്ഞൊഴുകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. തീക്കോയി അടുക്കം മേഖലയിലടക്കം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത് ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയിലേക്കും അതേ നിലയിൽ ജലനിരപ്പ് ഉയരുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപകട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. എന്തായാലും ജില്ലയിലും മഴ മുന്നറിയിപ്പ് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മണിമലയാറ്റിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു യുവാവ് ഒഴുക്കിൽപ്പെടുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തിരുന്നു. ഇന്നാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും കനത്ത ജാഗ്രതയിൽ തുടരുകയാണ്. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളുണ്ട്. പ്രത്യേകിച്ച് കൂട്ടിക്കലും ഇപ്പുറത്ത് തീക്കോയി അടുക്കമടക്കമുള്ള മീനച്ചിലാറിൻ്റെ കിഴക്കൻ മേഖലയിലും കനത്ത ജാഗ്രത തന്നെ തുടരുകയാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് 5 പേർക്കെന്ന് മന്ത്രി വീണ ജോർജ്. ഇതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. സാധ്യമായ എല്ലാ വിദഗ്ധ ചികിത്സയും നൽകും. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ആണ് ഡെങ്കിപ്പനി പടരുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധത്തിനായി ഡോക്സിസൈക്ലിൻ കൃത്യമായി കഴിക്കണം. സംസ്ഥാനത്ത് 12 ഇടങ്ങളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ട്. മലിനജലം കുടിവെള്ളമായി ഉപയോഗിച്ചതാണ് രോഗം പടരാൻ കാരണമായത്. വെസ്റ്റിനറി കേസുകൾ 10 എണ്ണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നും മുൻ വർഷത്തേക്കാൾ പനി ബാധിതരുടെ എണ്ണം ഈ വർഷം കുറവാണ് എന്നും ആരോഗ്യമന്ത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനാസ്ഥ വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിച്ചുവെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യം അവിടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 5 കുട്ടികളാണ് ഉള്ളത്. അതിൽ ഒരു കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിലാണ് അല്പമല്ല സീരിയസ് ആയിട്ടുള്ളത്. വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഉള്ളത്. സാധ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും നൽകുന്നുണ്ട്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം മഞ്ഞപ്പിത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് 12 ഇടങ്ങളിലാണ് ഔട്ട്ബ്രേക്ക് ഉള്ളത്. ഡെങ്കിപ്പനി ഏറ്റവും കൂടുതലുള്ള ഡെങ്കിയും ലെപ്റ്റോയും ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ തിരുവനന്തപുരമുണ്ട്, എറണാകുളമുണ്ട്, മലപ്പുറമുണ്ട്, കോഴിക്കോടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ജില്ലകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കുടുംബത്തിന്റെ പരാതിയിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബി ജോൺസനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നു. ഡോക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയെന്ന് അറിയിച്ചില്ല എന്ന് കുട്ടിയുടെ അമ്മ പറഞ്ഞു. വിരല് കട്ടയാനെ കയറ്റിയത്. പിന്നെ കൊണ്ടുവരുമ്പോൾ നാവിൻ്റെ ഇവിടെ ചോര കണ്ടിട്ടാണ് അറിഞ്ഞത് നാവിനെ ചെയ്തെന്നുള്ളത്. അന്നേരം തന്നെ പോയി ചോദിച്ചു. അപ്പോൾ ഓല് പറഞ്ഞത് ഓൽക്ക് തെറ്റിപ്പോയിന്നാ പറഞ്ഞത്. കുട്ടി കരഞ്ഞപ്പോൾ നാവിനടിയിൽ എന്തോ കണ്ട് അങ്ങനെ ചെയ്തെന്നാ പറഞ്ഞത്. ഇല്ല, ഓൾക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായില്ല. നല്ലോ സംസാരിക്കുന്ന കുട്ടി തന്നെയാണ്. ആ കഴിഞ്ഞ് പിന്നെ കുറച്ച് 10 കഴിഞ്ഞപ്പോൾ കഴിക്കുകയും ചെയ്തു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. ഇനിയൊരു കുട്ടിയും ഇങ്ങനെ ഉണ്ടാവരുതല്ലോ. ഇല്ല, ഇപ്പം കുഴപ്പമില്ല. ഇനി ഭാവിയിലേക്ക് എന്ത് വരുമെന്നൊന്നും അറിയില്ല. സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്നുണ്ട്. ഓൾക്ക് അബദ്ധം പറ്റിയെന്ന് തന്നെ പറഞ്ഞത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്.
ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഡോക്ടറുടെ വിശദീകരണം കേട്ട് നിയമ നടപടികൾക്ക് മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലായിരുന്നു കുടുംബം എത്തിയത്. പക്ഷേ ഈ ഡോക്ടർ നൽകുന്ന വിശദീകരണം അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സംഘടന നൽകുന്ന വിശദീകരണം കുട്ടിക്ക് ഈ നാക്കിന് അടിയിലൊരു കെട്ടുണ്ട്, അത് ഭാവിയിൽ സംസാരശേഷിയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ ന്യൂനത കണ്ടപ്പോൾ അതിനൊരു പോംവഴി പെട്ടെന്ന് ഡോക്ടറുടേതായ രീതിയിൽ ചെയ്തു എന്നാണ്. പക്ഷേ അങ്ങനൊരു ന്യൂനത കുട്ടിക്ക് ഇല്ലായിരുന്നു എന്ന കൃത്യമായൊരു കാര്യമാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാവിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കരുതി ഡോക്ടർ അടിയന്തരമായൊരു ശസ്ത്രക്രിയ ചെയ്തെങ്കിൽ പോലും അക്കാര്യം കുടുംബത്തിനെ അറിയിച്ച് വേണം ചെയ്യാൻ. അറിയിക്കാതെ ഒരു നടപടിയും ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഡോക്ടർ ഇന്നലെ തന്നെ ഈ തരത്തിലൊരു പിഴവ് തനിക്ക് പറ്റി, താൻ കുടുംബത്തോട് പറയാതെ ഇത്തരമൊരു ശസ്ത്രക്രിയ നടത്തിയെന്ന് എഴുതി കൊടുക്കുകയും അതിന് മാപ്പപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഭാവിയിൽ ഈ ചെയ്ത ശസ്ത്രക്രിയ കൊണ്ട് യാതൊരു തകരാറുകളും കുട്ടിക്ക് ഉണ്ടാവില്ല എന്നും ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ പിന്നീട് നൽകുന്ന വിശദീകരണങ്ങൾ പലതരത്തിലാണ്. അതായത് ഡോക്ടർ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയാണ്, കാരണം കുട്ടിക്കുണ്ടായിരുന്ന ഒരു ന്യൂനത പരിഹരിക്കുകയാണ് ചെയ്തത്, അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് അത് ചെയ്തത് എന്നിങ്ങനെയുള്ള വിശദീകരണം നൽകുന്നത് കൊണ്ടാണ് കുടുംബം കൃത്യമായി ആശുപത്രി സൂപ്രണ്ടിന് ആദ്യം പരാതി നൽകുന്നു, പിന്നീട് പോലീസിലും പരാതി നൽകുന്നു. ഇത്തരത്തിലൊരു അവസ്ഥ ഇനി സർക്കാർ ആശുപത്രികളിലോ സ്വകാര്യ ആശുപത്രികളിലോ ഒന്നും ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല എന്നൊരു കടുത്ത ഒരു തീരുമാനം, അങ്ങനെ ഒരു രീതിയിലേക്ക് ആ കുടുംബം എത്തിച്ചേരുകയായിരുന്നു. ഒരു രോഗിയുടെ അറിവില്ലാതെ അല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരുടെ അറിവില്ലാതെ മറ്റൊരു അസുഖത്തിന് എങ്ങനെ ചികിത്സ നൽകും, അല്ലെങ്കിൽ ഒരു അവയവം മാറി മറ്റൊരു അവയവത്തിന് എങ്ങനെ ശസ്ത്രക്രിയ നടത്തുമെന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരവധി പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഓരോ കാലത്തും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഹർഷീന, അടിവാര സ്വദേശിനി ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ആ സംഭവം നമ്മൾ കണ്ടു. അതിനൊരു നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാരനായ ഒരു ഡോക്ടർക്കെതിരായ ഒരു കൃത്യമായ നടപടിയോ പോലുമോ ഇതുവരെ ഉണ്ടാവാത്ത സാഹചര്യമുണ്ട്. ICUവിൽ അതിജീവിത പീഡനത്തിനിരയായ ഒരു സംഭവമുണ്ട്. അതിലും കൃത്യമായി ഇരയാക്കപ്പെട്ടവർക്കുള്ള നീതി നിഷേധിക്കപ്പെടുന്ന നിരന്തരമായ കാഴ്ചകൾ നമ്മൾക്ക് കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് കുടുംബം വ്യക്തമാകുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആശുപത്രി സൂപ്രണ്ട് പ്രിൻസിപ്പൽ നൽകിയ പ്രാഥമിക റിപ്പോർട്ട് പരിഗണിച്ച് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ അടക്കമുള്ള ആളുകളും വിശദീകരണം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഒരു സസ്പെൻഷനിൽ മാത്രം ഈ കാര്യങ്ങൾ ഒതുങ്ങില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആലപ്പുഴ പുന്നപ്ര സ്വദേശിനി ഉമൈബയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ സംഘം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി ചികിത്സാരേഖകൾ പരിശോധിക്കുകയും ഉമൈബയുടെ ബന്ധുക്കളുടെ മൊഴിയെടുക്കുകയും ചെയ്തു. ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ രഞ്ജു രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് അന്വേഷിച്ചത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറുകയും ചെയ്യും. ഉമൈബയുടെ മരണത്തിൽ ബന്ധുക്കളുടെ ആക്ഷേപത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പുഴ MLA H. സലാം ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നായ വളർത്തലിന്റെ മറവിൽ ലഹരി കച്ചവടം. മെഡിക്കൽ കോളേജിന് സമീപം ചെന്നിലോട്ടെ ജിജോ ജേക്കബും സഹായിയും പിടിയിലായി. ജിജോ ജേക്കബിന്റെ ചെന്നിലോടുള്ള വീട്ടിൽ നിന്ന് MDMAയും നാടൻ ബോംബും പിടികൂടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, എന്താണ് സംഭവം? ഡാൻ സംഘമാണ് ഇത്തരം ഒരു പരിശോധന നടത്തിയത്. നേരത്തെ തന്നെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഈ വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്നിന്റെ വ്യാപാരം നടക്കുന്നു, അങ്ങനെ വിപണനം നടക്കുന്നു എന്ന പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പോലീസിന്റെ സംഘം അവിടെ പരിശോധന നടത്തിയത്. എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർ സംയുക്തമായ ഒരു നീക്കം നടത്തുകയായിരുന്നു. ഈ വീട്ടിൽ നിന്ന് 5 ഗ്രാം MDMA പിടിച്ചതോടൊപ്പം തന്നെ 4 നാടൻ ബോംബുകളും കണ്ടെടുത്തു. ഇത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്നതാണ്, വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്നതാണ്. നായ്ക്കളെ വളർത്തുന്നതിന്റെ മറവിൽ ഇങ്ങനെ ലഹരി മരുന്ന് വിൽപ്പനയായിരുന്നു എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് ഈ വീടിന് പുറത്തും വീടിനുള്ളിലുമായി നായ്ക്കളെ വളർത്തിയിരുന്നു. ഇത് വിൽപ്പനയ്ക്ക് എന്ന നിലയ്ക്കാണ് നായ്ക്കളുടെ വിൽപ്പന ഉണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാം വഴിയും ആളുകളെ വശീകരിക്കുകയും ഈ ലഹരി മരുന്നിന്റെ ഒരു വിൽപ്പന ഈ വീട് കേന്ദ്രീകരിച്ച് നടത്തുകയും ചെയ്തു. ജിജോയ്ക്ക് പുറമെ ജിജോയുടെ ഒരു സഹായി, ഈ 2 പേരുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്. KSRTC ഡ്രൈവർ മേയർ തർക്കത്തിൽ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ്. മൊഴി രേഖപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ
അന്വേഷണ സംഘം അപേക്ഷ നൽകി. കോടതിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മൊഴി രേഖപ്പെടുത്തും. തർക്കത്തിന് പിന്നാലെ പ്രാഥമികമായി മേയറിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഡ്രൈവർ യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന പരാതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. അതേസമയം മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഇടവേള. ഗോവിന്ദൻ മാസ്റ്റർ കുട്ടി ക്രിമിനൽ BJP നേതാക്കൾക്കെതിരെ ഹൈക്കോടതിയിൽ അപകീർത്തി കേസ് ഫയൽ ചെയ്ത് TG നന്ദകുമാർ. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ഹർജി. സംഭവത്തിൽ പ്രത്യേക സംഘത്തെ കേസ് അന്വേഷണത്തിന് നിയോഗിക്കണമെന്നാണ് ആവശ്യം. ജ്ഞാനായ യാക്കോബായ സഭാ സമുദായ മെത്രാപ്പോലീത്തയെ സസ്പെൻഡ് ചെയ്തു. അന്തോക്യ പാത്രിയാർക്കിസിൻ്റേതാണ് ഉത്തരവ്. ജ്ഞാനായ യാക്കോബായ സമുദായ മെത്രാപ്പോലീത്ത ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവിയറസിനെ ആണ് സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവിയോറസിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു. അന്തോക്യ പാത്രിയാർക്കിസിന്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷൻ. ഫോർട്ട് കൊച്ചി തോപ്പുംപടിയിൽ ബിനോയ് സ്റ്റാൻലിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. പ്രതി അലൻ ജോസിന്റെ വീട്ടിലും ഒളിവിൽ കഴിഞ്ഞ ഇടത്തും കൊലയ്ക്കുപയോഗിച്ച കത്തി വാങ്ങിയ നസ്രത്തിലുള്ള കടയിലും തെളിവെടുപ്പ് നടത്തി. അലനെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തിച്ചത് ബിനോയ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു. തന്നെ നാട്ടുകാരുടെ മുന്നിൽ മാനസിക രോഗിയായി ചിത്രീകരിച്ചു എന്നാണ് അലന്റെ ആരോപണം. അതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമായത് എന്നാണ് അലന്റെ മൊഴി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം തൈക്കാട് ബ്യൂട്ടി പാർലറിൽ പാർലർ ഉടമയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശി ഷീലയാണ് മരിച്ചത്. 2 വർഷത്തിൽ ഏറെയായി ബ്യൂട്ടി പാർലർ നടത്തിവരികയായിരുന്നു. മൃതദേഹത്തിന് 2 ആഴ്ചയിലേറെ പഴക്കമുണ്ട്. തൈക്കാട് ഷീക്യൂൻ എന്ന ബ്യൂട്ടി പാർലറിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 52 വയസ്സുള്ള ഷീല എന്ന സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇവർ തമിഴ്നാട് മാർത്താണ്ഡം സ്വദേശിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഏതാണ്ട് 2 വർഷത്തിൽ കൂടുതലായി ഇവിടെ ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. കൃത്യമായി വാടക നൽകിയിരുന്നു. ഈ ഷീല മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ബ്യൂട്ടി പാർലറിൽ തന്നെയായിരുന്നു അവരുടെ താമസവും. ഒരു മകൻ ഉണ്ട് എന്ന വിവരം നേരത്തെ തന്നെ ഈ കെട്ടിട ഉടമയോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു മകൻ ഇടയ്ക്ക് വന്നു പോകും എന്ന വിവരമാണ് കെട്ടിട ഉടമയ്ക്ക് അറിയാവുന്നത്. കഴിഞ്ഞ ദിവസം ഈ കെട്ടിടത്തിന് മുകളിൽ തന്നെ മറ്റൊരു ട്യൂഷൻ ക്ലാസ് പ്രവർത്തിക്കുന്നുണ്ട്. ആ ട്യൂഷൻ ക്ലാസ്സിൽ എത്തിയവരാണ് ഈ റൂമിൽ നിന്ന്, ഈ അടച്ചു കിടക്കുന്ന മുറിയിൽ നിന്നുള്ള രൂക്ഷമായ ഗന്ധം ഇത് വന്നതിനെ തുടർന്ന് കെട്ടിട ഉടമയെ വിവരം അറിയിച്ചത്. തുടർന്ന് കെട്ടിട ഉടമ ഇവരെ ബന്ധപ്പെടുന്നതിന് വേണ്ടി ഫോണിൽ വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. പിന്നീട് ഇവിടെ എത്തി വാതിൽ പൊളിച്ചു നോക്കുമ്പോഴാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഏതാണ്ട് 2 ആഴ്ചയോളം പഴക്കം മൃതദേഹത്തിനുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികളാണ് നടക്കുന്നത്. വിശദമായ അന്വേഷണം വേണമെന്ന് പോലീസ് പറയുന്നു. ഇവർക്ക് ചെറിയൊരു ശാരീരിക വൈകല്യമുണ്ടായിരുന്നു. വാക്കറിൻ്റെ സഹായത്താലാണ് ഇവർ നടന്നിരുന്നതെന്ന് കെട്ടിട ഉടമ പറയുന്നു. ഇവരുടെ ഭർത്താവ് വിദേശത്തെന്ന വിവരമാണ് കെട്ടിട ഉടമയോട് പറഞ്ഞിരുന്നത്. വാടക കൃത്യമായി നൽകിയിരുന്നു. എന്നാൽ ഈ മാസം വാടക വൈകി. സാധാരണ 5-ാം തീയതിക്ക് മുൻപ് വാടക നൽകുന്നതാണ്. പക്ഷേ ഇത്തവണ വൈകി. തുടർന്ന് ഇടയ്ക്ക് ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഈ മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെൻ്ററിലെ ആളുകൾ അറിയിച്ചതനുസരിച്ചാണ് ഈ വാതിൽ പൊളിച്ച് നോക്കുമ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. ബിപിൻ മുരളിക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ്. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ഇന്റർപോളാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കിയത്. പ്രതി വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാഹുലിനെ ഒളിവിൽ പോകാൻ സഹായിച്ച സുഹൃത്ത് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീർച്ചയായും പോലീസിന്റെ ഒരു വീഴ്ച തന്നെയാണ് പ്രതിയെ ഇപ്പോൾ ജർമ്മനിയിലെത്താൻ സഹായിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്നലെ
രാഹുൽ ഒളിവിലിരുന്നൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. അതിൽ താൻ വിദേശത്താണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. താൻ എവിടെയാണ് എന്നത് കൃത്യമായി ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ജർമ്മനിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആദ്യം കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്കാണ് പോയത്. ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോവുകയും അവിടെ നിന്ന് ജർമ്മനിക്ക് പോവുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ രാഹുലിൻ്റെ ഉറ്റ സുഹൃത്തായ രാജേഷ് എന്നയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇയാൾ ഈ ഭാര്യയെ മർദ്ദിച്ച സമയത്ത് രാഹുലിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം പുലർച്ചെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ രാജേഷ് ഒപ്പമുണ്ടായിരുന്നു എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഇയാൾ പറയുന്നത് ഇതിനകം തന്നെ ജർമ്മനിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കി ഇന്റർപോളിനെ ഇക്കാര്യത്തിൽ സമീപിക്കുകയും ഒക്കെ ചെയ്ത് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും അറിയിപ്പ് നൽകിയിരുന്നു. പ്രതി പുറത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് കൃത്യമായ ഒരു തടയുന്ന നടപടി ഉണ്ടാവണമെന്ന്. പക്ഷേ ഇതിനുശേഷം ഒരിടത്തു നിന്നും ഇത്തരം വിവരങ്ങൾ ലഭിച്ചില്ല. അതിനുശേഷം ഈ ലുക്കൌട്ട് നോട്ടീസിന് മുമ്പ് പ്രതി പുറത്തേക്ക് കടന്നോ എന്നും അന്വേഷിച്ചിരുന്നു. അതിനും കൃത്യമായൊരു മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ നിഗമനം കൃത്യമായി ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. എന്തായാലും നാട്ടിലെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജർമ്മനിയിൽ നിന്നും ഈ പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി ഇനി മുന്നോട്ട് പോകാനാണ് പോലീസ് ഒരുങ്ങുന്നത്. സ്ത്രീധന പീഡനങ്ങളിലെ നിലപാടിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച ആത്മഹത്യ ചെയ്ത നിയമവിദ്യാർത്ഥിനി മുഫിയ പർവീണിൻ്റെ പിതാവ് സ്ത്രീധന പീഡനങ്ങളിൽ എല്ലാം പോലീസിന് മെല്ലെപ്പോക്ക് നയം ആണ് ഉള്ളത്. പോലീസുകാർ പ്രതികളുടെ ബ്രോക്കർമാരായി മാറുകയാണ്. മകളുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ട് 1.5 വർഷമായിട്ടും പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിച്ചിട്ടില്ല എന്നും മുഫിയ പർവീണിൻ്റെ പിതാവ് ന്യൂസ് 18നോട് പറഞ്ഞു. ഭർത്താവും ഭർത്തൃ വീട്ടുകാരും പീഡിപ്പിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്നും ആരോപിച്ചാണ് മുഫിയ പർവീൺ 2021 ആത്മഹത്യ ചെയ്തത്. ജുഡീഷ്യറി ഇവർക്ക് ജാമ്യം കൊടുക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. കാര്യം നിയമങ്ങളൊക്കെ ആയിരിക്കാം. ഇപ്പോൾ എൻ്റെ ഈ 1, 2, 3 പ്രതികൾ ഏകദേശം എനിക്ക് 40-50 ദിവസം കൊണ്ട് ജയിലിൽ കിടന്നുള്ളൂ. അത് പുറത്തിറങ്ങി നമുക്ക് നിരന്തരമായ ശല്യമാണ്. അവർ നിരന്തരമായ ശല്യം എന്ന് പറഞ്ഞാൽ അവനെ ഭീഷണിപ്പെടുത്തി, അവനെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഒരേ പ്രശ്നങ്ങളും എനിക്കും മകനും എൻ്റെ ഭാര്യയ്ക്കും എതിരെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുനരന്വേഷണം വേണമെന്ന് ഞാൻ സർക്കാരിലേക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ 3 പ്രതികളല്ല എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അപ്പോൾ കൂടുതൽ തെളിവുകളൊക്കെ ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുനരന്വേഷണം നടത്താൻ മിക്കവാറും ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൽ ഉൾപ്പെട്ട CL സുധീർ, അയാളിപ്പോൾ അർത്തിങ്കൽ SHO ആയിട്ട് ജോലി ചെയ്യുന്നതാണ്. ഇപ്പം എന്താ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആളൊക്കെ ഇതിനകത്ത് പ്രതിപ്പട്ടികയിൽ വരേണ്ട ആളാണ്. ഞാൻ എൻ്റെ മകളുടെ പരാതി കൊടുത്തത് അന്നത്തെ റൂറൽ SP കാർത്തികിനായിരുന്നു. കാർത്തിക് അത് താഴത്തേക്ക് DSPക്ക് അയച്ച് DSP ആണ് CAക്ക് അയക്കുന്നത്. ഈ CAക്ക് ഉള്ള ഉത്തരവാദിത്തം അതേ ഉത്തരവാദിത്തത്തോടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം SPക്കും DSPക്കും ഉള്ളത്. പക്ഷെ അവരൊക്കെ വിദഗ്ധമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതിനകത്ത്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പ്രതിയുടെ CCTV ദൃശ്യം ന്യൂസ് 18. സംഭവം നടന്ന വീടിന് സമീപത്തെ CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉള്ളതും CCTV ദൃശ്യങ്ങളിൽ ഉള്ളതും ഒരേയാൾ തന്നെയെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനായി ഈ പ്രതി എത്തുന്ന CCTV ദൃശ്യമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വളരെ നിർണായകമാണ് കേസിൽ ഈ ദൃശ്യം. എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ ആളുമായി ഈ ദൃശ്യത്തിന് ഏതെങ്കിലും സാമ്യമുണ്ടോ എന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിൽ സംശയിച്ച് കസ്റ്റഡിയിലുള്ളയാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ DNA പരിശോധനാ ഫലം വരാൻ കാത്തിരിക്കുകയാണ്. അതിന് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അത് വന്നാൽ മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകൂ
എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു. കാരണം ഈ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞു, ഇപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ പിടികൂടാനായിട്ടില്ല. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സംശയം തോന്നുന്ന ഇയാൾ ഏതെങ്കിലും തരത്തിൽ ഈ സംഭവത്തിൻ്റെ പിന്നിൽ ഉള്ള ആളാണോ എന്ന കാര്യത്തിലാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ കൊച്ചിയിലേക്ക് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിലും ഇയാൾ പ്രതിയാണ്. പടന്നക്കാട് മുളക് പൊടി വിതറി അതിക്രമം നടത്തിയ കേസിലും പ്രതിയാണ്. ഇത്തരത്തിൽ നിരവധി കേസുകളിലെ പ്രതിയായ ഇയാൾ പൂർണ്ണമായും ലഹരിക്കടിമയാണ്. ഈ രാത്രികാലങ്ങളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഇയാൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട് എന്നാണ് നാട്ടുകാരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളിലേക്ക് കാര്യങ്ങൾ എത്തിയതായാലും ഇയാളെ ബന്ധു വീട്ടിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. നിലവിൽ 3 പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. അതിൽ ഏറ്റവും ഈ സംഭവം നടത്തിയ ഈ കൃത്യം നടത്തിയ ആൾ ഇയാളാണെന്ന കാര്യത്തിലാണ് ഒരു സംശയമുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല ഇതുവരെ. പെൺകുട്ടി നൽകിയ മൊഴിയും ഇത്തരത്തിലാണ്. ഈ മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള വെളുത്ത ഒരാൾ എന്നാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ മൊഴി നൽകിയിരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CCTV ഇപ്പോൾ ലഭിച്ച CCTVക്ക് പുറമെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും CCTV ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രത്യേക സംഘങ്ങളാക്കിയുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇപ്പോൾ കസ്റ്റഡിയിൽ സംശയിച്ചുള്ള ആളെ കുറിച്ചുള്ള കാര്യങ്ങളും പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരുന്നത്. എന്തായാലും DNA പരിശോധനാ ഫലം നിർണായകമാണ്. നാളെ രാവിലെയോടുകൂടി മാത്രമേ ഇത് കിട്ടൂ എന്നാണ് പോലീസ് പറയുന്നത്. ഇത് ലഭിച്ചാൽ മാത്രമേ ഈ പ്രതിയെ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസിനാവും. എന്തായാലും ഇപ്പോൾ ഈ ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇത്രയും ദിവസമായിട്ടും ഇതിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് ആവാത്തത് എന്തായാലും ആ രീതിയിൽ വരുന്നുണ്ട്. ഏതായാലും പോലീസ് വലിയ സമ്മർദ്ദത്തിലായിട്ടുണ്ട്. വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി DIG സ്ഥലത്തെത്തുന്നുണ്ട്. DIG ഇന്ന് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും. ഏതെങ്കിലും തരത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞാൽ നാളെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇടുക്കി ഇരട്ടയാറിലെ പോക്സോ കേസ് അതിജീവിതയുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ്. മുറിക്കുള്ളിൽ പിടിവലി നടന്ന ലക്ഷണങ്ങൾ ഇല്ല. ആൺ സുഹൃത്തുമായി വാക്കുതർക്കം ഉണ്ടായതായി പെൺകുട്ടിയുടെ മാതാവ് വെളിപ്പെടുത്തിയിരുന്നു. ബാംഗ്ലൂരുവിൽ ഉള്ള സുഹൃത്തിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കേസിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പോക്സോ കേസ് ഇരകളുടെ മാതാപിതാക്കൾക്കെതിരെ ആലപ്പുഴ മാന്നാർ പോലീസിന്റെ പ്രതികാര നടപടിയെന്ന് ആരോപണം. കുട്ടികളുടെ അമ്മയെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുടുക്കി 3 ദിവസം ജയിലിൽ അടച്ചു. പോക്സോ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനു വേണ്ടിയാണ് കള്ളക്കേസ് എന്ന് ഇരകളുടെ മാതാപിതാക്കൾ ന്യൂസ് 18നോട് പറഞ്ഞു. പോക്സോ കേസിൽ ഇരകളായ 2 കുട്ടികളുടെ അച്ഛനും അമ്മയുമാണ് ഇപ്പോൾ എനിക്കൊപ്പമുള്ളത്. ഇവരുടെ 8ഉം 9ഉം വയസ്സുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചത് മുത്തശ്ശനാണ്. മുത്തശ്ശനെതിരെ പരാതിയുമായി ഇവർ, അതായത് ഈ അച്ഛനും അമ്മയും പോലീസിനെ സമീപിച്ചു, കോടതിയിൽ സമീപിച്ചു. പിന്നീട് മുത്തച്ഛൻ്റെ അറസ്റ്റുണ്ടായി. അറസ്റ്റിന് ശേഷം 30 ദിവസം ജയിലിൽ കിടന്ന ശേഷം മുത്തച്ഛൻ, അതായത് ഉന്നത ബന്ധമുള്ള മുത്തച്ഛൻ, ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇതിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായത്. മറ്റൊരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ചൈൽഡ് ലൈൻ്റെ പരാതിയുണ്ട്. ആ കേസിൽ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. അതിനുശേഷം ഉണ്ടായ സംഭവം കേരളത്തിലെ നമ്മുടെ നിയമവ്യവസ്ഥയെ, പോലീസ് സംവിധാനത്തെ അടക്കം ലജ്ജിപ്പിക്കുന്നതാണ്. അതായത് ഈ പരാതിക്കാരായ അച്ഛനെയും അമ്മയെയും പോലീസും നമ്മുടെ കോടതിയും അടക്കം വേട്ടയാടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 2022 മാർച്ച് മാസമാണ് മക്കള് വീട്ടിലേക്ക് ഞങ്ങൾ വിടുന്നത്. നിങ്ങൾ ആലപ്പുഴ മാവേലിക്കരയാണ് നിങ്ങളുടെ വീട്. നിങ്ങൾ ആ സമയം നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ അച്ഛനും അമ്മയും ഡൽഹിയിലായിരുന്നു. ഇതിന് അവധിക്ക് വെക്കേഷനാണ് അവർ രണ്ടുപേരെയും നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക്, നിങ്ങളുടെ തറവാട്ടിലേക്ക് വിടുന്നത്. അതെ അതെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വിടുവാണ്. വിട്ടു. കുട്ടികളെ വിട്ടതിന് ശേഷം ഇങ്ങോട്ട് കുട്ടികളുടെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഫോൺ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നത് അച്ഛനും അമ്മയുമാണ്. മക്കൾ ബിസിയാണ്, അത് കളിക്കുവാണ്, അല്ലെ അവർ പഠിക്കുവാണ്, മലയാളം പഠിക്കുവാണ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിനുശേഷം ഞാനൊരു 2 മാസത്തിന് ശേഷം ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിന് കുട്ടികളാകെ ഡള്ള. അവർ സംസാരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഭയങ്കര പേടി, എപ്പോഴും മുറിയിലിരിക്കുക, ഭയങ്കര പേടിച്ചിരിക്കുക. അങ്ങനെ ഒരു ദിവസം മോൻ എന്നോട് പറയുകയാണ്, അമ്മ മോളുടെ ബുക്ക് എടുത്ത് നോക്കാൻ. എൻ്റെ മോള് ബുക്കിലെല്ലാം എഴുതി വെക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ബുക്ക് എടുത്ത്
നോക്ക് മൂന്ന് മക്കളുണ്ട്, അതിൽ മൂത്ത മകനാണ് പറഞ്ഞത്. ഇത് പറഞ്ഞത്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടി. മോൻ ഇതൊക്കെ കണ്ടതാണ്. മോൻ ഇതെല്ലാം കണ്ടു. അങ്ങനെ ഞാൻ ബുക്ക് വായിച്ചു നോക്കുന്നു. ബുക്കിൽ അന്നേരം മോള് എഴുതിയേക്കുവാണ്, ഐ ഹേറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ, പ്ലീസ് ഗോഡ് സേവ് അസ് ഫ്രം അച്ഛ, അമ്മ ആൻഡ് അവർ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് മോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുവാണ്. ഗ്രാൻഡ് ഫാദർ ടച്ചസ് മൈ പ്രൈവറ്റ് പാർട്സ് എന്നൊക്കെ പറഞ്ഞ് മോൾക്കുണ്ടായ അനുഭവങ്ങൾ മോൾ അതിനകത്ത് ആ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ആ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. മോൾ എഴുതിയ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ അത് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ ഞാൻ മോളെ വിളിച്ച് സംസാരിച്ചു. മോളെ കുളിപ്പിക്കാൻ കൈ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റി മോൻ വന്ന് ബഹളം ഉണ്ടാക്കാൻ മോനെ അടിച്ച് പൊട്ടിക്കുവാണ്. അന്നേരം മോള് ഓടി അമ്മൂമ്മ എടുത്തേലും അമ്മൂമ്മ ഒരു അപ്പൂപ്പന്മാരൊക്കെ ആയ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ സഹിച്ച് വേണം ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞു. അങ്ങനെ മോളെ വീണ്ടും ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങളായിട്ട് മോളെയും എൻ്റെ കുഞ്ഞു മോളെയും ഇതുപോലെ തന്നെ പിടിച്ച് വലിച്ച് ബാത്റൂമിൽ കയറ്റുകയും ആ പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ അത്രയും മെൻ്റലി അത്രയും ഇതായി. അങ്ങനെ അവൾ പേടിച്ച് ഭയങ്കര പേടിയാണ്. അത് സംഭവങ്ങൾ എന്നോട് പറയാൻ പോലും മോൾക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ മോൾ എന്നോട് ഇതെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ ഇത് ബേസ് ചെയ്ത് കുറച്ച് ദിവസം ഞങ്ങളും ട്രോമയിലായിപ്പോയി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡ് അച്ഛനായതുകൊണ്ട് ചോദിക്കാനുള്ള മടി കൊണ്ട് എന്താണ് സത്യം, എങ്ങനെയാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യണം, അവർക്ക് മനസ്സിലായി ഞങ്ങൾ അറിഞ്ഞു എന്നുള്ളത്. അവർ കുറേ നാടകം കളിക്കാൻ തുടങ്ങി വീട്ടിൽ. അങ്ങനെ അവസാനം ഒരു ദിവസം ഹസ്ബൻഡിനോട് അച്ഛനും അമ്മയും വിളിച്ച് മുറിയിലിരുത്തി പറയുവാണ്, മോനെ അച്ഛൻ ഇങ്ങനൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ കുറച്ച് ആക്ട് ചെയ്തു, ഞാൻ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ ത്രട്ടൻ ചെയ്തു, ഞാനൊരു മിലിറ്ററിക്കാരനാണ്, ഞാനൊരു ബാൻ റെഡി ഒട്ടിക്കും, നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ പിന്നിൽ ഒരു ആശ്രമമുണ്ട്. അത് ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ആശ്രമമാണ്. അപ്പം പറഞ്ഞ അവരൊക്കെ ഉണ്ട്, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ എന്തോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ത്രട്ടൻ ചെയ്തു. നെയ്ബേഴ്സ് കേട്ടു, അവർ ജൂനിയർ പോലീസിനെ വിളിച്ച് പറയാനൊരുങ്ങി. എന്നെ അടിക്കുമെന്ന് പറഞ്ഞു, നിങ്ങളിത് പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിത് പിന്മാറുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് എന്നെ അമ്മ ഒരു ദിവസം റൂമിലേക്ക് വിളിച്ചിട്ട് ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഫാദറും അവിടെ സൈഡ് ഇങ്ങനെ ഇരിപ്പുണ്ട്, അത് മിണ്ടുന്നില്ല. എന്നെ സൈഡിൽ ഇരുത്തിയിട്ട് പറഞ്ഞ്, മോനെ പപ്പായ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, ഇവള് അത് എൻ്റെ വൈഫ്, പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ വൈഫ് മറ്റൊരു വീട്ടിൽ നിന്ന് വന്നതാണ്, പുറത്തെ ഒരാളാണ്, നമുക്കിതിനകത്ത് തീർക്കാമെന്നുള്ളിൽ നമ്മുടെ ആശ്രമത്തിനെയും നമ്മുടെ മൊത്തം എല്ലാത്തിനെയും ഇത് പ്രശ്നമാവും, ഒരുപാട് ആൾക്കാരെ ഇത് ശ്രദ്ധിക്കപ്പെടും, കാരണം ആശ്രമം അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നീ ഇത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം, പപ്പായ്ക്ക് ഒരു അബദ്ധം പറ്റി, നിനക്ക് ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ കട്ടലും ചാടി എണീറ്റു. ഞാൻ പറയും, ഇതിന് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഇനി കിട്ടാനില്ല. പോക്സോ കേസിൽ പ്രതിയും ആലപ്പുഴ മാന്നാർ സ്വദേശിയുമായ റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ പോലീസ് വഴിവിട്ട് ഇടപെട്ടതായാണ് പരാതി. ചൈൽഡ് ലൈൻ ഇടപെട്ടിട്ടും ആലപ്പുഴ പോലീസ് കേസ് ഒതുക്കാൻ ശ്രമിച്ചുവെന്നും കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ ആണ് എന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. ഇതിനുശേഷം, അതായത് സംഭവം നടന്ന് 1.5 വർഷം കഴിഞ്ഞു. ഇതിനുശേഷം ഈ അമ്മയെ, അതായത് 2 കുട്ടികളുടെ ഈ ഇരകളായിട്ടുള്ള 2 കുട്ടികളുടെ അമ്മയെയും അച്ഛനെയും കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തി അറസ്റ്റ് ചെയ്യാൻ ആലപ്പുഴയിൽ നിന്നും പോലീസ് സംഘം എത്തുന്നു. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ പോലീസ് ആർക്കു വേണ്ടിയാണ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ എത്തിയത്, എന്തിനു വേണ്ടി എത്തി, എന്താണ് ആ കേസിന്റെ പശ്ചാത്തലം, അക്കാര്യം കൂടി അറിയണം. ലാസ്റ്റ് വെനസ്ഡേ അവർ ഒരു 5 o'clock കൂടി അവർ ഫ്ലാറ്റിൽ വരികയും വന്ന് വളരെ സീക്രട്ടായിട്ട് വന്ന്, എന്നാൽ അവർ അറസ്റ്റ് ചെയ്യും അങ്ങനെയുള്ളതില്ല. ഞങ്ങളെ വന്ന് പറഞ്ഞു, കുഞ്ഞുങ്ങളെ CWCയിലാക്കണം, നിങ്ങൾ 2 പേരും ഇപ്പം വരണം, നിങ്ങൾക്കെതിരെ വലിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ ആരുടെയോ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, അവരവിടെ ഇരിപ്പുണ്ട്, SPക്ക് ഇപ്പം നിങ്ങളെ കാണണം, ഇപ്പം ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു നിർദ്ദേശപ്രകാരമാണ് വന്നിരിക്കുന്നത്. ഇത്തരം കാര്യം ഇവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ എന്താ സംഭവം ഞങ്ങൾക്ക് അറിയില്ല, ഒന്നും ഇവരൊരു പേപ്പർ ഞങ്ങളെ കാണിക്കുന്നില്ല, എന്നാൽ അറസ്റ്റ് മെമ്മോ ഉണ്ടോ അതില്ല, ഒരു പേപ്പർ ഞങ്ങളെ കാണിക്കുന്നില്ല, അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, നിങ്ങളിപ്പം ഞങ്ങളുടെ വന്നേ പറ്റില്ല. ഏതൊരു പ്രൈവറ്റ് വെഹിക്കിളിലാണ് ഇവർ വന്നത്, ആ പ്രൈവറ്റ് വെഹിക്കിളിൽ കയറി ഞാനും ഹസ്ബൻഡും പോകണം, കുഞ്ഞുങ്ങളെ അവർ CWCയിലാക്കും, ഇതാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഫ്ലാറ്റ്മേറ്റ് തന്നെയാണ് സാറ്, അഡ്വക്കേറ്റ്. അന്നേരമാണ് ഞാൻ മനസ്സാറിനോട് ഇങ്ങനെ വേഗമായിട്ട് കാര്യം പറഞ്ഞു. സാറ് വന്ന് അവരോട് സംസാരിക്കുകയും അങ്ങനെ അവസാനം ഹസ്ബൻഡിനെ കമ്പനിയിൽ ആരുമല്ല, എന്നാൽ ഹസ്ബൻഡ് വരണ്ട, ഹസ്ബൻഡ് ഒരു 41A നോട്ടീസ്, ആ നോട്ടീസിൽ FIR നമ്പർ ഏതോ ഒരു പഴയ FIR നമ്പർ എഴുതി, അതുപോലും റോങ് നമ്പർ എഴുതിയിട്ട് ഹസ്ബൻഡ് കൊടുക്കുവാണ്, നിങ്ങൾ ഹാജരാവണം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ അന്നേരവും. പിന്നെ സാറ് പറഞ്ഞ് അറസ്റ്റ് മെമ്മോ ഒന്നും ഇല്ലാത്തത് കാരണം, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമായത് കാരണം അവരുടെ തന്നെ കൂട്ടത്തിൽ ലേഡി പോലീസ് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ അവരുടെ വെഹിക്കിളിൽ പോവാനുണ്ടായി, സ്റ്റേഷനിൽ ചെന്നു. ഒരു രാത്രി ഫുൾ പോലീസ് അവിടെ സ്റ്റേ ചെയ്തു.
നിലവിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മാത്രമാണ് കേസുള്ളത്, ആക്ഷൻ എടുത്തിട്ടാണ്. രണ്ടാമത്തെ ചൈൽഡ് ലൈൻ ആണ്. 2-3 കേസുകൾ ചൈൽഡ് ലൈൻ ആലപ്പുഴ കൊടുത്ത അവർ കൊടുത്ത പരാതിയിൽ FIR ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴും അവരെ പോലും വിരട്ടി നിർത്തിയിരിക്കുകയാണ്. ആ 2 കേസ് ഇപ്പോൾ 1.25 വർഷമായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഓപ്പോസിഷൻ ലോയർ എൻ്റെ വൈഫിനെ ഈ സംഭവം ബെയിൽ കിട്ടിയതിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിൽ നിന്ന് പിന്മാറണം, ഇദ്ദേഹത്തിനെ ഈ കേസിന് കുറ്റമുക്തനാക്കിയാണ് കോടതി വിട്ടിരിക്കുന്നത്, നിങ്ങൾ ഈ നാടും വീടും വിട്ടുപോയിക്കണം. ഏത് വക്കീലത്? ആ വക്കീലിൻ്റെ പേര് ഫെനി ബാലകൃഷ്ണൻ എന്നാണ്. അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വൈഫിന് 21 കോൾ ചെയ്തു. 21 കോളിൻ്റെ റെക്കോർഡ്സ് ഞാൻ ഇപ്പം സാറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ആ കോൾ റെക്കോർഡ്സ് ഉണ്ട്. അറസ്റ്റ് ചെയ്തു. അദ്ദേഹം റിമാൻഡിൽ പോയി 30 ഡേയ്സിനുള്ളിൽ തിരിച്ചു വന്നു. 30 ഡേയ്സിൻ്റെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച ചില വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇവിടെ സാറിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തിരിച്ചു വന്നതിന് ശേഷം രശ്മിയെ നേരെ ഈ പറഞ്ഞ പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിലേക്ക്, മാന്നാർ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും അവിടെ നിന്ന് CAയും ഈ വക്കീലുമായിട്ടിരിപ്പുണ്ട്, ഈ ഫെനി ബാലകൃഷ്ണൻ. അവിടെ നിന്ന് ത്രെട്ടനിങ് ആണ്. അതായത് ഇദ്ദേഹത്തിനെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി, വേഗം തന്നെ നിങ്ങൾ അത് ഈ CAയുടെ പ്രസൻസിലാണ് ഈ ഫെനി പറയുന്നത്. അതായത് വീടും നാടും വിട്ട് ഇവിടുന്ന് പൊക്കോണം, ഞാൻ പ്രമാദമായ അഡ്വക്കേറ്റാണ്, ഞാൻ കേരളത്തിലെ പ്രമാദമായ അഡ്വക്കേറ്റാണ്, എനിക്ക് പുഷ്പം പോലെ ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് വരാം, കണ്ടോ ഇദ്ദേഹത്തെ വെറുതെ വിട്ടിരിക്കുന്നു, ഒരു കണ്ടീഷനും ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ വേഗം നാട് വിട്ടോണം, വിക്ടിംസിനോട് അദ്ദേഹത്തിനെ താമസിപ്പിക്കും ഇന്ന് രാത്രി എന്ന് പറഞ്ഞ് വീടിൻ്റെ വാതൊക്കെ വരുവാണ്. നാട്ടുകാരെല്ലാം കൂടി പോലീസിനോട് പറഞ്ഞ് ഇപ്പം തന്നെ എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു, കൂടെ താമസിപ്പിക്കുക. അങ്ങനെ അവരെല്ലാം തിരിച്ചുപോയി. അതിനുശേഷം എൻ്റെ വൈഫിനെ വിളിച്ച് കുറേ ത്രട്ടം ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഫോൺ കോൾസ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ബാർ കൗൺസിലും ബാർ അസോസിയേഷനിലും എല്ലാം ഞങ്ങൾ രേഖാമൂലം പരാതി നൽകി. ഇയാൾ വിളിച്ച കോളിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാം കൊടുത്തു. അതേസമയം കുട്ടികളുടെ രക്ഷിതാക്കൾ വിവിധ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ് എന്നും ഒത്തുതീർപ്പിന് താൻ ഇടപെട്ടു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു. ആലപ്പുഴ മാവേലിക്കര കോടതിയുടെ പരിഗണനയിലുള്ള പോക്സോ കേസുകളിൽ ഒത്തുതീർപ്പിനായി ഇരകളാക്കപ്പെട്ട കുട്ടികളുടെ അമ്മയെ ബന്ധപ്പെട്ടുവെന്ന് ആരോപിച്ചത് അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനാണ്. എന്തായാലും ആരോപണങ്ങളിൽ ഫെനി ബാലകൃഷ്ണൻ മറുപടി പറയുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവത്തിൽ ആ കുട്ടികളുടെ അമ്മ പറയുന്നത് താങ്കൾ 22 തവണയോളം ഈ കേസ് ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട് അവരെ വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അല്ല, അതിൽ യാതൊരു കാര്യമില്ല. അതിനകത്ത് വെച്ചാൽ അവരെ വിളിക്കേണ്ട എനിക്ക് യാതൊരു കാര്യമില്ല. എന്താ വെച്ചാൽ പോക്സോ കോടതിയിൽ ഓൾറെഡി കേസ് പരിഗണനയിലാണ്. അവർ മൊഴി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. മൊഴി കൊടുത്ത കേസിനകത്ത് പിന്നെ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ആദ്യമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ പരാതിക്കാരി അവരും അവരുടെ ഭർത്താവും തെലങ്കാനയിലും മറ്റ് കേരളത്തിന് വെളിയിലും കേരളത്തിനകത്തും തട്ടിപ്പ് കേസിൽ ഹാബിച്വൽ ഒഫൻഡേഴ്സാണ്. അവർക്കെതിരെ ഇപ്പം തെലങ്കാനയിലെ 4 കേസ് നിലവിലുണ്ട്. ആ കേസിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട്. കുക്കുട്ടുപള്ളി കോടതിയിൽ അവർക്ക് കേസുണ്ട്, തെലങ്കാനയിൽ ഒരു കേസുണ്ട്, പിന്നെ തെലങ്കാനയിൽ വേറെ 2-3 കോടി രൂപകൾ വെട്ടിച്ചുള്ള കേസിൽ നിന്ന് എല്ലാവരും ഇവർ 3-4 മാസം ജയിലിൽ കിടന്ന ശേഷം അവർ വെളിയോട്ട് ഇറങ്ങിയതാണ്. അതിനുശേഷം ഇപ്പം മാന്നാർ സ്റ്റേഷനിലെ ക്രൈം നമ്പർ 173/2024 കേസിനകത്ത് അവരെ ചേർത്തലയിലെ സ്വദേശി അവരുടെ പരാതിയിൽ മേലിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിൽ കഴിഞ്ഞ് വെളിയോട്ട് ഇറങ്ങിയതായിരിക്കും. എന്താ പരാതി എന്താണ് അതിനകത്ത് അവർക്ക് അവരെ നിന്നും പൈസ നിക്ഷേപമായിട്ട് എടുത്തിട്ട് ലോൺ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പൈസ വാങ്ങിച്ചു. ആദ്യം ഒരു 5 ലക്ഷം രൂപ വാങ്ങിച്ചു. അതിനുശേഷം പിന്നീട് കുറച്ച് പൈസ കൂടെ കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് ഒരു 4 ലക്ഷം കൂടെ വാങ്ങിച്ചിട്ട് ശേഷം പിന്നെ ഫോൺ എടുക്കാതെ വന്ന ശേഷം ഇവർ തിരിച്ച് ഫോൺ വിളിക്കുമ്പോഴൊക്കെ പേര് മാറ്റി പറയുക. അങ്ങനെയെന്ന് പറഞ്ഞ് പേരുകൾ മാറ്റി പറഞ്ഞ ശേഷം അവർ മാന്നാർ സ്റ്റേഷനിൽ എന്നെ ബന്ധപ്പെട്ടു. ഞാൻ അവരോട് മാന്നാർ സ്റ്റേഷനോട് ബന്ധപ്പെടാൻ പറഞ്ഞു. അങ്ങനെ അവർ മാന്നാർ സ്റ്റേഷനോട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു. വിശദമായി മാന്നാർ പോലീസ് അന്വേഷണം നടത്തി ടവർ ലൊക്കേറ്റ് ചെയ്ത് അവരെ എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമായിരുന്നു. ഇടവേള. ഉള്ളത് ഒരു മിനിറ്റ് കൗതുകവും കലാപവും കാലാവസ്ഥയും കാണാനും കേൾക്കാനും കുറെയുണ്ട്. കാണാം ഭൂലോകം.
എറണാകുളം കളമശ്ശേരിയിൽ കൂടുതൽ മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചക്കിടെ 28 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അതേസമയം എറണാകുളം വേങ്ങൂരിലെ മഞ്ഞപ്പിത്തം വ്യാപനവുമായി ബന്ധപ്പെട്ട മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് എറണാകുളം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. രോഗവ്യാപനത്തെ തുടർന്ന് ജില്ലയിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. കളമശ്ശേരി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശീതളപാനീയ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ആരോഗ്യകരമല്ലാത്ത ചുറ്റുപാടിൽ പഴങ്ങളും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന ജ്യൂസ് കടകളും ചായക്കടകളും അടപ്പിക്കുകയും ചെയ്തു. കാലാവധി കഴിഞ്ഞ ആഹാര പദാർത്ഥങ്ങൾ സൂക്ഷിച്ചിരുന്ന 5 സ്റ്റാർ ചിപ്സ് എന്ന സ്ഥാപനത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. HMT സീപോർട്ട് എയർപോർട്ട് റോഡിൽ 2 താൽക്കാലിക ശീതളപാനീയ സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 10ഓളം സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ 5 സ്ഥാപനങ്ങളാണ് പൂട്ടിയത്. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കളമശ്ശേരിയിൽ കൂടുതൽ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ഒരാഴ്ചക്കിടെ 28 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 10 പേർ എറണാകുളം ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതോടൊപ്പം നഗരസഭയുടെ കീഴിലുള്ള എല്ലാ ജലസ്രോതസ്സുകളും വൃത്തിയാക്കുവാനും ക്ലോറിനേഷൻ നടത്തുവാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നഗരസഭ പ്രതിരോധ ബോധവൽക്കരണ നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിനിടെ മഞ്ഞപ്പിത്ത രോഗബാധ പടർന്നു പിടിച്ച എറണാകുളം വേങ്ങൂരിൽ മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർ. RDO ഷൈജു P ജേക്കബിനാണ് അന്വേഷണ ചുമതല. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൈമാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രോഗികളുടെ മരണകാരണം, മഞ്ഞപ്പിത്തം രോഗം വ്യാപിച്ചത് എന്തുകൊണ്ടാണ് എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. അതിനിടെ വേങ്ങൂരിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 200 കടന്നു. 6 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഇനി അന്തർദേശീയ വാർത്തകളുമായി കൃഷ്ണേന്ദു ചേരും. നമസ്കാരം, ലോകവാർത്തകളിലേക്ക് സ്വാഗതം. ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും തീവ്ര മഴയിലും ടെക്സസിൽ വ്യാപക നാശനഷ്ടം. മരണം 4 ടെക്സസിൽ ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഹ്യൂസ്റ്റൺ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വൈദ്യുതി ലൈനുകളിൽ കൂടി മരങ്ങൾ കടപുഴകി വീണതോടെ പ്രദേശത്തെ വൈദ്യുതി പൂർണ്ണമായും നിലച്ച അവസ്ഥയിലാണ്. ഹ്യൂസ്റ്റണിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. മിന്നലേറ്റ് ബഹുനില കെട്ടിടങ്ങളുടെ ജനാലകളും വാതിലുകളും പൊട്ടിത്തെറിച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഹ്യൂസ്റ്റണിലെ പ്രധാന വിമാനത്താവളങ്ങളെല്ലാം അടച്ചു. വേൾഡ് ഫുഡ് പ്രോഗ്രാം റഫേൽ ഭക്ഷണ വിതരണം നിർത്തി. ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം നടക്കുന്ന റഫേൽ സുരക്ഷ മുൻനിർത്തി ഭക്ഷണ വിതരണം നിർത്തിയതായി UN ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു. മെയ് 11 മുതൽ UNന്റെ ഭക്ഷണ വിതരണം നടക്കുന്നില്ലായിരുന്നു. ഖാൻ യൂനിസ്, ദൈർ അൽ ബലാഹ് എന്നിവിടങ്ങളിൽ പരിമിത തോതിൽ ഭക്ഷണ വിതരണം നടക്കുന്നതായും അധികൃതർ അറിയിച്ചു. റഫ ഈജിപ്ത് അതിർത്തി ഇസ്രായേൽ സൈന്യം അടച്ചത് കാരണം ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും ക്ഷാമം അനുഭവപ്പെടുന്നുമുണ്ട്. ഉത്തര കൊറിയയുടെ ആണവ ഭീഷണികൾക്കെതിരെയുള്ള സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി ദക്ഷിണ കൊറിയയും അമേരിക്കയും വ്യാഴാഴ്ച സംയുക്ത വ്യോമ പ്രതിരോധ അഭ്യാസം നടത്തി. ദക്ഷിണ കൊറിയൻ വ്യോമസേനയുടെ 2 F-35 യുദ്ധവിമാനങ്ങളും US വ്യോമസേനയുടെ F-22 റാപ്റ്റർ സ്റ്റെൽത്ത് ഫൈറ്ററുകളും ദക്ഷിണ കൊറിയയിൽ നടന്ന അഭ്യാസത്തിൽ പങ്കെടുത്തു. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും നയതന്ത്രം സ്തംഭിച്ചിരിക്കെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഉത്തര കൊറിയ അടുത്തിടെ ആയുധ പരിഷ്കരണം വിപുലീകരിച്ചതും ശ്രദ്ധേയമാണ്. ശാസ്ത്ര വിദ്യാഭ്യാസ മേഖലകളിൽ സഹകരണം ഉറപ്പിച്ച് റഷ്യയും ചൈനയും. വെള്ളിയാഴ്ച ഹാർബൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സന്ദർശിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിദ്യാഭ്യാസ ശാസ്ത്ര മേഖലകളിലെ റഷ്യ-ചൈന സഹകരണത്തെ പ്രശംസിച്ചു. പ്രകൃതി സംരക്ഷണം, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ, കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കൽ എന്നീ മേഖലകളിൽ റഷ്യയും ചൈനയും ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായും നിലവിൽ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന സാങ്കേതിക പരിഹാരങ്ങൾക്കായി ഇരു രാജ്യങ്ങളുടെ ശാസ്ത്രമേഖല പ്രവർത്തിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. ചൈനീസ് നേതാവ് ഷി ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ പുടിൻ വ്യാപാര സാംസ്കാരിക വിനിമയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇരു രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളുമായി വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ പരിധികളില്ലാത്ത പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കി. ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 22 ക്യാരറ്റ് ഗ്രാമിന് 6745, പവൻ 53,960. 18 ക്യാരറ്റ് ഗ്രാമിന് 5630, പവൻ 45,040. വെള്ളി ഗ്രാമിന് 92, കിലോ 92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കിട്ടിയിരുന്നു.